ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും താങ്ക് യു. രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ ഇതാ രാവിലെ അടുക്കളപ്പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ജനലും വാതിലും എല്ലാം തുറന്നിട്ടതിന് ശേഷം പുറത്ത് അടുക്കളയിൽ വന്ന് നമ്മൾ കഞ്ഞിക്കൊക്കെ അടുപ്പിൽ വയ്ക്കാൻ പോവുകയാണ്. ഇന്നും ചക്കയും കീരയും തോരനും അവിയലും ഒക്കെ തന്നെയാണ്. നിങ്ങളെല്ലാവരും കാണണം, കണ്ടു സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കഞ്ഞിക്കൊക്കെ അടുപ്പിൽ വെച്ചു. പിന്നെ ഇന്ന് കുറച്ച് വങ്കട മീനാണ് കിട്ടിയിട്ടുള്ളത്. അത് ഒന്ന് കറി വയ്ക്കാം, ഫ്രൈ ചെയ്യാം. വങ്കട ഫ്രൈയും വങ്കട കറിയും ഒക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളിലുള്ളത്. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കീര എന്ന് പറയുന്നത് ഞങ്ങളിവിടെ കീര എന്ന് പറഞ്ഞാണ് കേട്ടോ. ചീര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ ചീര കൃഷിയുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. അങ്ങനെ ഇന്നലെ കൊണ്ടുവന്നു. അപ്പം വീണ്ടും ഒരു പിടി വാങ്ങി. അത് ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 ദിവസത്തേക്ക് വരും. അങ്ങനെ ഞങ്ങൾ ഇന്നും ചീരക്കറിയുണ്ട്. പിന്നെ ഇപ്പം ചക്ക കാലമായതുകൊണ്ട് ഈ ചക്ക തീരുന്നതുവരെ എല്ലാ ദിവസവും ചക്ക ഉണ്ടാകുന്നതാണ്. നിങ്ങളാരും ഒന്നും വിചാരിക്കുക, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. എല്ലാ വീഡിയോയിലും ചക്ക തന്നെ കാണാനുള്ളൂ. ചക്ക കാലമായതുകൊണ്ട് ചക്ക വിശേഷങ്ങൾ തന്നെയാണ്. പിന്നെ ചക്കയെല്ലാം അരിഞ്ഞ് പറക്കി റെഡിയാക്കി. പിന്നെ കീരത്തോരൻ മീനൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ചങ്ങ് തിരുമാന്ന് കരുതി. അങ്ങനെ രാവിലെ ഇന്ന് ദോശയും ചമ്മന്തിയും വടയും ഒക്കെയാണ്. വട വാങ്ങിച്ചതാണ്. വാങ്ങിച്ച വടയിൽ ചമ്മന്തി കലക്കി ഒഴിച്ച് വച്ചു. അത് കുതിർത്തെടുത്തതാണ്, സൂപ്പറായിരുന്നു. അങ്ങനെ ചക്ക അവിച്ചു. അരി വടിക്കാൻ പോവുകയാണ്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീട്ടുവിശേഷങ്ങൾ. എനിക്കെന്നും ഇതൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പുതിയ പരീക്ഷണങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് പരീക്ഷണങ്ങൾക്ക് വേണ്ടി വരാഞ്ഞത്. എൻ്റെ ഓരോ ദിവസത്തെ അടുക്കള വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കാണണം. പിന്നെ ഞാൻ ചക്കയ്ക്കൊക്കെ നേരത്തെ തന്നെ അരച്ചെടുത്ത വീഡിയോ ഇട്ടത് മാറിപ്പോയതാണ് കേട്ടോ. ഇങ്ങനെ ചക്കയൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞ് മീൻ കറി വെച്ചു, മീൻ ഫ്രൈ ചെയ്തു. എല്ലാം ചെയ്തതിന് ശേഷം ഞാനിന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത്. കഞ്ഞിയും ചക്കപ്പുഴുക്ക്, തൈര്, കീര, കാന്താരി മുളകൊക്കെ കൂടി വച്ചാണ് ഇന്നത്തെ ഉച്ചയൂണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മീനൊന്നും ഞാൻ കൂട്ടൂല, മീനും ഒന്നും കഴിക്കൂല. കാരണം ഇന്ന് ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ പോകണം വൈകുന്നേരം. അതുകൊണ്ട് ഞാനിന്ന് മീനൊന്നും ഉച്ചയൂണിന് കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാനിത് കഞ്ഞി കുടിക്കുകയാണ്. ചക്കപ്പുഴുക്കും കീരയെല്ലാം കൂടി ഇട്ട് കഞ്ഞി കൂടി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. താങ്ക് യു.